നമ്മുടെ ഇപ്പോൾ പറഞ്ഞല്ലോ ഇമോഷണൽ സപ്പോർട്ടിൻ്റെ കാര്യം. അപ്പോൾ അത് നമ്മുടെ IVF ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാർ പോസിറ്റീവായ കേസസ് ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ജേണിയിൽ എന്ന് വെച്ചാൽ പ്രഗ്നൻസി ജേണിയിൽ ആ സമയത്തും നമ്മൾ ഈ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പേഷ്യൻ്റ് അവർ കുട്ടിയായി വരുന്നവരുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ സെൻറ്ററിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ സെൻറ്ററിൽ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുത്ത് പ്രഗ്നൻസി പോസിറ്റീവായിട്ട് വരുന്നതിൽ കുറേ പേര് ദൂരം നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ദൂരത്തു നിന്നുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ട്രാവൽ ചെയ്ത് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കാരണം പ്രഗ്നൻ്റ് ആയതിനു ശേഷം പിന്നത്തെ കൺസേൺ ആ പ്രഗ്നൻസി എത്രയും നന്നായി കൊണ്ടുപോകുക എന്നുള്ള. സോ പ്രഗ്നൻസി ആയതിനു ശേഷം നമ്മൾ യൂഷ്വലി അവരെ എന്ത് ചോദിച്ചാൽ അവരെ റെഫർ ചെയ്ത് കൊടുക്കും അവർക്ക് അവരുടെ ഏരിയയിലേക്കുള്ള നല്ലൊരു ഗൈനക്കോളജിസ്റ്റ്. കാരണം ഫെർട്ടിലിറ്റി ആയ ഒരു പ്രഗ്നൻസി IVF ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും എന്ത് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും ആ പ്രഗ്നൻസി നോർമൽ പ്രഗ്നൻസിയിൽ നിന്ന് മാറ്റമൊന്നുമില്ല. അതിന് എക്സ്ട്രാ കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ പ്രഗ്നൻസി കാരണം ഇത്രയും ചെയ്തത് കൊണ്ടുള്ളൊരു നമ്മളൊരു ശ്രദ്ധ വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈനക്കോളജിസ്റ്റ്മാർ ഒബ്സ്റ്റട്രീഷ്യൻസ് അവർ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ IVF ഫെർട്ടിലിറ്റിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ ഗൈനക്കോളജിയിലേക്ക് ഒബ്സ്റ്റട്രീഷ്യൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കും. ആൻഡ് അവരെന്ത് ചെയ്യും, അപ്പോൾ നമ്മളൊരു അഡ്വൈസ്, നമ്മളൊരു റെഫറൽ എന്തെങ്കിലും പേഷ്യൻ്റ് ചോദിക്കുകയാണെങ്കിൽ റെഫറൽ കൊടുക്കും. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർക്ക് ഇഷ്ടമുള്ള ഗൈനക്കോളജി. ചിലർക്ക് ഫാമിലിയിൽ തന്നെ, അതായത് അവരുടെ ഫാമിലിയിൽ തന്നെ കുറേ പ്രസവം അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒബ്സ്റ്ററ്റിക് ഡോക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും അവർക്ക് കാണിക്കാൻ താല്പര്യം ഉണ്ടാവും. അത് നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യലില്ല. ദേ ആർ ഫ്രീ ടു സീ എനിവെയർ. നമ്മൾ എപ്പോഴും അവരായിട്ട് കോൺസ്റ്റന്റ് ടച്ച് ഉണ്ടാവും. ആൻഡ് ടിൽ ഡെലിവറി വി നോ ദാറ്റ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ്. അത്രയേ ഉള്ളൂ.